future energy of wheels. എല്ലാ സുഹൃത്തുക്കൾക്കും വിപ്ട്രോണിക്സിൻ്റെ പുതിയ എപ്പിസോഡിൽ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊല്ലം പള്ളിമുക്കിലെ മഹേന്ദ്രയുടെ ഷോറൂം വിസിറ്റിന് വേണ്ടിയിട്ടാണ്. മഹേന്ദ്രയുടെ ഇലക്ട്രിക് ഓട്ടോയായ പാസഞ്ചർ ഓട്ടോ ഇതിനു മുമ്പ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൽ പുതിയതായിട്ട് വന്ന കൊമേഴ്ഷ്യൽ വെഹിക്കിളായിട്ടുള്ള ഒരു പിക്കപ്പിൻ്റെ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പുതിയ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുത്തെ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് ഷോറൂമിലേക്ക് പോകാം. മഹീന്ദ്ര ട്രിയോ സോറിൻ്റെ മുൻഭാഗം നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പരിചയപ്പെട്ട ട്രിയോ പാസഞ്ചർ ഓട്ടോയുടെ സെയിം മോഡൽ തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും തന്നെയില്ല. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ സൈഡ് മിററിൻ്റെ ഷേപ്പിൽ മാത്രമാണ്. വാഹനത്തിൻ്റെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ 550 ലിറ്റർ ലോഡിംഗ് കപ്പാസിറ്റിയാണ് മഹീന്ദ്ര ട്രിയോ സോറിന് അവകാശപ്പെടുന്നത്. നല്ല ഫിനിഷിങ്ങോടുകൂടിയ കാരിയർ സ്പേസാണ് ഈ വാഹനത്തിന് കമ്പനി നൽകിയിരിക്കുന്നത്. സൈഡിലെ 2 ഡോറുകളും പിൻഭാഗത്തെ ഡോറുകളും തുറക്കാവുന്ന രീതിയിലാണ് കമ്പനി ഇതിൻ്റെ ഡോറുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. റിയർ ഡോറിൻ്റെ മിഡിൽ ഭാഗത്തായി മഹീന്ദ്ര എന്നുള്ള പഞ്ചിങ്ങും റൈറ്റ് സൈഡിൽ ട്രിയോ സോർ എന്നുള്ള മനോഹരമായ ലെറ്ററിങ്ങും, ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് തന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇലക്ട്രിക് എന്നുള്ള ലെറ്ററിങ്ങും മഹീന്ദ്ര ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഒരു പോരായ്മയും തോന്നിയത് എൻ്റെ ലൈറ്റുകളാണ്. അതൊന്നും തന്നെ LED-കളല്ല. പിന്നിൽ താഴ്ഭാഗത്തായി ഡിഫറൻഷ്യലിനെയും മോട്ടറിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ ഗാർഡും അതിനുള്ളിൽ തന്നെ നമ്പർ പ്ലേറ്റുള്ള സ്പേസും കമ്പനി ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിംഗിൾ സിംഗം കോയിൽ സസ്പെൻഷനാണ് ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ റീജനറേറ്ററിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം കൂടി ഈ വാഹനത്തിൽ മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ എല്ലാ വാഹനങ്ങളും പോലെ തന്നെ പ്ലേറ്റ് സസ്പെൻഷൻ തന്നെയാണ് ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മിഡിൽ ഭാഗത്തായിട്ട് നമുക്ക് വളരെ ഈസിയായിട്ട് ആക്സസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ വാഹനത്തിൻ്റെ സ്റ്റെപ്നി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മഹീന്ദ്ര ട്രിയോയിൽ നമ്മൾ നേരത്തെ കണ്ട് പരിചയപ്പെട്ട സെയിം ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് ഈ വാഹനത്തിലും വരുന്നത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെയില്ല. സെയിം മോഡൽ തന്നെയാണ് വരുന്നത്. പിന്നീട് ഇതിൻ്റെ സ്വിച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു എക്കോ ബൂസ്റ്റ് എന്നൊരു മോഡ് കൂടി കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം കയറ്റമൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ലോഡ് കൂടുതലുള്ള സമയത്ത് നമുക്ക് ഒരു എക്സ്ട്രാ പവർ പിക്കപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് ആ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാ എല്ലാ വാഹനങ്ങളും വരുന്ന കണക്കാൻ ഒരു ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റമാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രൈവർ സീറ്റിന് തൊട്ട് താഴെയായിട്ടാണ് ഈ വാഹനത്തിൻ്റെ ബാറ്ററി ബോക്സ് കമ്പനി ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഹാൻഡ് ബ്രേക്ക് ലിവറാണ് കമ്പനി ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് മഹീന്ദ്രയുടെ ഭാഗത്തു നിന്ന് ടെക്നിക്കൽ മാനേജറായിട്ടുള്ള ജെവിൻ ചേട്ടൻ നമ്മൾ ക്ഷണിക്കുകയാണ്. പുള്ളിയെടുത്ത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ വാഹനത്തിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എത്രയാണ് ഇപ്പോൾ കമ്പനി പറയുന്നത് ആവശ്യപ്പെടുന്നത്? ലോഡ് 550 കിലോയാണ് പേലോഡ് പറയുന്നത്. ഇത്രയും വലിയ ലോഡ് വലിക്കുന്നൊരു വണ്ടിയായതുകൊണ്ട് ഇതിൻ്റെ മോട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയും. മോട്ടർ 8 കിലോ വാട്ടിൻ്റെ മോട്ടറാണ്. 42 mm ടോർക്കുണ്ട്. ബാറ്ററി യൂസ് ചെയ്തിരിക്കുന്നത് ബാറ്ററി ലിഥിയം ബാറ്ററിയാണ്. 144 AH ബാറ്ററി. ഫാസ്റ്റ് ചാർജിങ് ഇല്ല, നോർമൽ ചാർജിങ് ആണ്. എന്നാലും 3 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ട് 0 to 100 ആവും. റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. നമ്മൾ ഡീസൽ റേറ്റ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് റിട്ടേൺ ചെയ്യാം. വണ്ടി വില വന്നിട്ട് 3,09,000 ആണ്. പിന്നെ ടാക്സ് ഇൻഷുറൻസ് എല്ലാം കൂടെ, ടാക്സ് ഇൻഷുറൻസ് ഫിക്സ് ആയിട്ടില്ല. ഏകദേശം 330,000 ആവും ഓൺ റോഡ്. ഓക്കെ, കീ ഓണാക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമ്മുടെ അതായത് DT ഇനി ബാക്കി നമുക്ക് എത്ര ഓടാനുള്ളതാണ്, ഡിസ്റ്റൻസ് ടു MT കാണിക്കും. SOC നമ്മുടെ എത്ര പെർസെൻറ്റേജ് സ്റ്റേറ്റ് ഓഫ് ചാർജിൻ്റെ കാണിക്കുന്നതെന്ന് അത് ബാറിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി 2 ബാർ നമുക്കുണ്ട്. ഇത് ഓഡോമീറ്റർ എത്ര ഇതുവരെ കിലോമീറ്റർ കവർ ചെയ്തിട്ട്, ഇത് വന്നിട്ട് സ്പീഡോമീറ്റർ. ഇത്രയേ ഉള്ളൂ. പിന്നെ വാണിംഗ് ലാമ്പൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാണിംഗ് ലാമ്പ് കാണിക്കും. സർവീസ് ലൈറ്റിൻ്റെ വാണിംഗ് ലാമ്പ് ഉണ്ടെങ്കിൽ വാണിംഗ് ലാമ്പ് വരും. ബാറ്ററി ലാമ്പ് എല്ലാം ഉണ്ട്. ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററി ബ്ലിങ്ക് ചെയ്യും. സ്വിച്ചസ് എല്ലാം ഇതിനൊക്കെ തന്നെ. പിന്നെ ഫോർവേഡിന് ഒറ്റ സ്വിച്ച് ഉള്ളൂ, ഫോർവേഡ് ഗിയറിനുള്ള. പിന്നെ ന്യൂട്രൽ ഒരു സ്വിച്ച് ഉണ്ട്, പിന്നെ റിവേഴ്സ് ഉണ്ട്. ഫോർവേഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആക്സിലേറ്റർ കൊടുത്ത് നമ്മൾ കൈ റിലീസ് ചെയ്യുകയാണെങ്കിൽ, ആക്സിലേറ്റർ വിടുകയാണെങ്കിൽ റിട്ടേൺ തിരിച്ച് കയറും. പിന്നെ ഒരു എക്കോ ബൂസ്റ്റ് സ്വിച്ച് ഉണ്ട്, എക്കണോമി ബൂസ്റ്റ് സ്വിച്ച് ഉണ്ട്. എക്കണോമിയിൽ കൂടി പോകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ മൈൽ റേഞ്ച് നമുക്ക് കിട്ടും. പിന്നെ ബൂസ്റ്റിലാകുമ്പോഴത്തേക്കും ഇൻ കേസ് നമ്മൾ ലോഡൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും സ്ഥലത്ത് കയറാതെ അങ്ങനെയുള്ള ഇച്ചിരി കട്ടിയുള്ള ഏരിയ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ബൂസ്റ്റ് ഇടും. ബൂസ്റ്റ് ഇടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ പവർ കിട്ടും, സ്പീഡ് കിട്ടും, എല്ലാം ബൂസ്റ്റിലാവുക.
പിന്നെ വേറെ ബ്രേക്കെല്ലാം ഹൈഡ്രോളിക് ബ്രേക്കാണ് വരുന്നത്. ഇതിപ്പോൾ പീരിയോഡിക്കലായിട്ട് ചെയ്യേണ്ട മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ അതായത് മെയിൻ്റെനൻസ് പറയുന്നത് ഈ ഓയിൽ ചേഞ്ച് മാത്രമേ മെയിനായിട്ട് വരുന്നുള്ളൂ. അതും ഫസ്റ്റ് നമ്മൾ 2000 കഴിഞ്ഞാൽ പിന്നെ 10,000 ഉള്ളൂ. 800 ml ഉള്ളൂ ഓയിൽ കപ്പാസിറ്റി. പിന്നെ വരുന്നത് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഫ്ലൂയിഡ് മാത്രമേ ഉള്ളൂ. അത് ഏകദേശം ഒരു 250 ml വരത്തുള്ളൂ. അത് കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ടൊക്കെ ചെയ്താൽ മതി. വേറെ ഒന്നുമില്ല. ഇതിന് മെയിൻ്റെനൻസ് പറഞ്ഞാൽ ഓയിൽ ചേഞ്ച് മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ ഒന്നും വരുന്നില്ല. മഹീന്ദ്രയുടെ പുതിയ ഇലക്ട്രിക് വാഹനമായ ട്രിയോ സോ നമുക്ക് പരിചയപ്പെടുത്താൻ അവസരമൊരുക്കി തന്ന കൊല്ലം പള്ളിമുക്കിലുള്ള ഏഷ്യൻ മോട്ടോഴ്സിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. അതേപോലെ തന്നെ ഈ കൊല്ലം പള്ളിമുക്കിലുള്ള ഏഷ്യൻ മോട്ടോഴ്സിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിളിച്ച് എന്തെങ്കിലും എൻക്വയറി ചെയ്യുകയോ ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുകയോ ചെയ്യാനുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണിച്ചിരിക്കാം. അതേപോലെ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിരിക്കാം. മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ കൊല്ലത്തെ ഏക ഡീലറാണ് ഏഷ്യൻ മോട്ടോഴ്സ്. ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലത്ത് നിന്നും ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന നാഷണൽ ഹൈവേയിൽ മാരുതിയുടെ ഷോറൂം കഴിഞ്ഞ് കാർപാലസ് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് അതേ സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്.